ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡി ഡി ഓഡിയോയുടെ ഒരു സബ് വൂഫറിനെ കുറിച്ചാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇത് ഡി ഡി ഓഡിയോയുടെ 12 ഇഞ്ച് ഒരു സബ് വൂഫറാണ്. ഡി ഡി 112A എന്ന് പറയുന്നൊരു മോഡലാണ്. അത് 100 സീരീസിൽ വരുന്നൊരു മോഡലാണ്. വളരെ ഇത് കാണുമ്പോൾ തന്നെ അറിയാം, നല്ലൊരു അതിൻ്റെ ഒരു വൂഫറിൻ്റെ ഒരു ഫിനിഷിങ് തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം നല്ല രീതിയിലാണിത് നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. നമുക്കറിയാം ഡി ഡി എന്നൊരു അമേരിക്കൻ കമ്പനി ബ്രാൻഡാണ് ഡി ഡി ഓഡിയോ. അതായത് മെയിനായിട്ട് കാർ ഓഡിയോ ആണ് അവരുടെ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. കാർ സബ് വൂഫേഴ്സ്, കാർ സ്പീക്കേഴ്സ് ഇതൊക്കെയാണ് ഡി ഡി ഓഡിയോ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഡി ഡിയുടെ 100 സീരീസിൽ വരുന്നൊരു സബ് വൂഫറാണ്. 250 വാട്ട്സ് RMSഉം 1950 വാട്ട്സ് പീക്കുമാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. സിംഗിൾ മാഗ്നറ്റാണ്. ഇത് 2 ഡ്യുവൽ കോയിലാണ് ഈ സബ് വൂഫർ മെയിനായിട്ടുള്ളത്. ഡ്യുവൽ കോയിലാണുള്ളത്. അതായത് 4 ohms വീതമുള്ള 2 ഡ്യുവൽ കോയിലാണ് ഈ ഒരു സബ് വൂഫറിൽ ഉള്ളത്. നമുക്കിത് എങ്ങനെ നമുക്കിത് വയർ ചെയ്യാൻ നമുക്കൊന്ന് പരിചയപ്പെടാം. അതായത് ആദ്യം നമ്മളിത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പോവുകയാണ്. അതായത് പോസിറ്റീവ് ഒരു കോയിലിൻ്റെ പോസിറ്റീവ് കണക്ഷൻ, അത് അടുത്ത ഇതിലേക്ക് നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ എത്ര ഓംസാണ് ഇതിൻ്റെ ലോഡ് നമുക്ക് നോക്കാം. അതായത് നമ്മളിത് സീരിയലിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഇത് 8 ohms ആണ് നമുക്കിതിൻ്റെ ലോഡ് കിട്ടിയേക്കുന്നത്. നമുക്ക് കാണാം 8 ohms ആണ് ഇതിൻ്റെ ലോഡ്. ഇനി നമുക്കിത് പാരലായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അതായത് പോസിറ്റീവ് ടു പോസിറ്റീവ് കണക്ഷൻ പ്ലസ് നെഗറ്റീവിൽ നിന്ന് നമ്മൾ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇനി നമുക്കിതിൻ്റെ ടോട്ടൽ ഔട്ട്പുട്ട് എത്ര ohms ആണ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഒന്ന് പറഞ്ഞത് അതായത് 2.25 ohms, അതായത് 2 ohms ആണ് നമുക്ക് ഇതിൻ്റെ ലോഡ് വരുന്നത്. അപ്പോൾ നമുക്ക് 2 ohmസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിൽ ആംപ്ലിഫയർ കണക്ട് ചെയ്യുന്ന സമയത്ത് 2 ohmസിൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന ആംപ്ലിഫയർ അല്ലെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അതിൻ്റെ ആംപ്ലിഫയർ ഹീറ്റ് ആവാനും അതിൻ്റെ IC കംപ്ലൈൻ്റ് ആവാനും ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇത് പാരലായിട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതായത് ഒരു 8 ohms ലോഡിൽ വെച്ച് കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വളരെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഡി ഡിയുടെ ഒരു വൂഫർ വെച്ചിട്ട് നമുക്കൊരു ഹോം ഓഡിയോ എന്നൊരു സംഭവം നമുക്ക് ചെയ്യണം എന്നുള്ളൊരു വളരെ വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ക്യാബിനൊക്കെ നമുക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ വീഡിയോ, ഇത് വർക്കിംഗ് വീഡിയോ നമുക്ക് ഉടൻ തന്നെ നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഈ ഒരു സബ് വൂഫർ വെച്ചിട്ട്. അപ്പം എല്ലാവർക്കും നമുക്കത് ഇതിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഡി ഡി ഓഡിയോയുടെ ഒരു സബ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സബ് ക്യാബിൻ നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് 12 ഇഞ്ചിൻ്റെ ഒരു L പോർട്ടറായിട്ടുള്ള ഒരു സബ് ക്യാബിനാണ്. ഇതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ അറിയാം നമുക്ക്. ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ബ്രേസിങ് കൂടി നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ചെയ്തിട്ടുണ്ട്. അതായത് റെസൊണൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ബ്രേസിങ് കൂടെ ചെയ്തിരിക്കുന്നത്. അതായത് ഇത് അത്യാവശ്യം നല്ല പവറുള്ള സബ് ആയതുകൊണ്ട് നമുക്കറിയാം സാധാരണ വീടുകളിലൊക്കെ നമുക്ക് സബ് വൂഫർ ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ ജനലൊക്കെ ഇങ്ങനെ കുലുങ്ങുന്നതായിട്ട് നമുക്ക് വൈബ്രേറ്റ് ചെയ്യാൻ നമുക്ക് അറിയാം. അപ്പോൾ വൈബ്രേഷൻ കുറയ്ക്കാൻ വേണ്ടി, റെസൊണൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ബ്രേസിങ് ഇതിൻ്റെ ഉള്ളിൽ ചെയ്യുന്നത്. അതായത് സബിന് നല്ലൊരു പഞ്ചായിരിക്കും, പക്ഷേ നമുക്ക് വൈബ്രേഷൻസ് കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഉണ്ടാകത്തില്ല. അപ്പോൾ ഇതിനുള്ളിൽ നമുക്ക് ഡാമ്പിങ് കൂടെ ചെയ്യണം. അതായത് നമുക്ക് എഗ് ഫോം വെച്ചിട്ട് നമുക്ക് ഡാമ്പിങ് കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഡി ഡി സബ് വൂഫർ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാബിൻ. നമുക്കൊരു 12 ഇഞ്ച് നമ്മൾ 3/4 ഇഞ്ച് MDF വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്യാബിൻ നിർമ്മിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് സബ് വൂഫർ എങ്ങനെ ഫിറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. അതിന് വേണ്ടി ആദ്യമേ നമുക്ക് ഇതിനുള്ളിൽ സൗണ്ട് പ്രൂഫിങ് ചെയ്യണം. അതായത് നമുക്ക് വൈബ്രേഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു എഗ് ഫോം വെച്ചിട്ട് നമുക്കൊരു സൗണ്ട് പ്രൂഫ് കൂടെ ചെയ്യണം. അപ്പോൾ നമ്മളെ ഡി ഡിയുടെ സബ് വൂഫർ വെക്കാൻ വേണ്ടിയുള്ള ക്യാബിൻ നമുക്കിവിടെ റെഡിയാണ്. നമ്മൾ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇതിനുള്ളിലൊക്കെ നമ്മൾ വൈബ്രേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിനുള്ളിൽ നമ്മൾ എഗ് ഫോം നമ്മൾ വെച്ചിട്ടുണ്ട്. ഇതിനുള്ളിൽ നമ്മൾ അക്വിസ്റ്റിക് പാനൽ വെച്ചിട്ട് നമ്മളിതിനുള്ളിൽ മൊത്തം ഒന്ന് കവർ ചെയ്ത് നല്ല രീതിയിൽ അതിൻ്റെ റെസൊണൻസും വൈബ്രേഷനൊക്കെ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ നല്ല രീതിയിൽ ഇത് നമ്മൾ ഡി സബ് വൂഫറിന് വേണ്ടിയിട്ട് ട്യൂൺ ചെയ്തെടുത്തൊരു ബോക്സാണ്. അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എല്ലാം വെച്ചിട്ട് നമ്മൾ ഇത് ട്യൂൺ ചെയ്തെടുത്തൊരു ബോക്സാണ്. അപ്പോൾ നമ്മളിവിടെ ഡി ഡിയുടെ സബ് വൂഫർ നമ്മൾ ക്യാബിനുള്ളിലേക്ക് വെക്കാൻ പോകുന്നത് നമ്മളിവിടെ സീരീസ് വയറിംഗ് ഒക്കെ ചെയ്ത് ഇത് സീരിയസ് ആയിട്ട് വയർ ചെയ്ത് നമുക്കിവിടെ 8 ohms ലോഡാക്കി നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. നമ്മളിനി
ഇതിൻ്റെ സ്പീക്കർ കണക്ഷൻ നമ്മൾ കൊടുക്കാൻ പോവുകയാണ്.